വാർത്തകൾ തുടരുന്നു. ചായ്പമൂഴി SNDP ശാഖ ഹാളിൽ സൗജന്യ PSC പരീക്ഷ പരിശീലനവും കമ്പൈൻ സ്റ്റഡിയും ആരംഭിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ്, കേരള എക്സൈസ്, കേരള ഫോറസ്റ്റ്, ചായ്പമൂഴി നന്മ ഫൗണ്ടേഷൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ PSC പരീക്ഷാ പരിശീലനവും കമ്പൈൻഡ് സ്റ്റഡിയും നടത്തുന്നത്. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു. നന്മ ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു ദേവസി അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര സർക്കിൾ ഇൻസ്പെക്ടർ K കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ഫാദർ ജിയോ ചക്കിയത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV ആന്റണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോഫിൻ ഫ്രാൻസിസ്, സജിത ഷാജി, TK സന്തോഷ്, എക്സൈസ് വിമുക്തി മിഷൻ കോർഡിനേറ്റർ, ജനമൈത്രി പോലീസ് കമ്മിറ്റി അംഗം സുരേഷ് കടുപ്പശ്ശേരി, സരോജിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ചായ്പമൂഴി സെയിന്റ് ആന്റണീസ് പള്ളി, ചായ്പമൂഴി SNDP ശാഖ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷാ പരിശീലനവും കമ്പൈൻഡ് സ്റ്റഡിയും നടത്തുന്നത്. നമ്മുടെയൊക്കെ ഈ പറയുന്ന തലത്തിലേക്കുള്ള വളർച്ചയുടെ മുരടിപ്പ് നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരാനായിട്ട് മുൻകൈയെടുത്ത നേരത്തെ ഷിബു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാസ്റ്റർ ഡ്രൈവ് ആയിട്ടുള്ള സന്തോഷ്, അദ്ദേഹത്തെ അങ്ങനെ സ്മരിക്കാതെ കടന്നുപോകാൻ കഴിയില്ല. അത്രമാത്രം ഇത്തരത്തിൽ കുട്ടികളെ, പ്രത്യേകിച്ചും യുവാക്കളായ ഒരു കൂട്ടം ആൾക്കാരെല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെ ആത്മാർത്ഥതയോടെ തന്നെ ഈ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് വന്ന് ഞങ്ങളുടെ മുന്നിലിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിൽ വളരെയധികം ഒരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് എനിക്ക്. ഞാൻ ഇവിടെ വന്നിട്ട് ആകെ ഒരു മാസമായിട്ടുള്ളെങ്കിലും ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ പഠിച്ചു വരുന്നതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പല സ്ഥലങ്ങളും അറിയില്ല എങ്കിൽ തന്നെ ഇത്തരമൊരു പ്രോഗ്രാം നമ്മുടെ പ്രിയങ്കരനായ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ശ്രീ TK സന്തോഷിന്റെ കീഴിൽ നടന്നതിൽ അത്യധികം സന്തോഷമുണ്ട്. ഒരു പോലീസ് എന്ന നിലയിലും വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എന്ന നിലയിലും ഞാൻ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്, ആശംസകൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു PSC എന്ന് പറയുമ്പോൾ തന്നെ ഇതിലിപ്പോ വിദ്യാർത്ഥിനികളിൽ എത്ര പേരാണ് PSC ആഗ്രഹിക്കുന്നതെന്ന് കൈപൊന്തിക്കാൻ. PSC ആർക്കും വേണ്ട. കരാർ ലംഘനത്തിന് പാലിയേക്കര ടോൾ കരാർ കമ്പനിക്ക് 2128.72 കോടി രൂപ ദേശീയപാത അതോറിറ്റി പിഴ ചുമത്തിയ സാഹചര്യത്തിൽ സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കമ്പനിയുടെ നീക്കം സർക്കാർ ഇടപെട്ട് തടയണമെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് സെക്രട്ടറി, ജില്ലാ കളക്ടർ എന്നിവർക്ക് കത്ത് നൽകിയതായി ടാജറ്റ് അറിയിച്ചു. കമ്പനിയുടെ കരാർ ലംഘനം തങ്ങൾ നിരന്തരമായി പുറത്തുകൊണ്ടുവരുന്നതിനാലാണ് കമ്പനിക്ക് ഇത്രയും ഭീമമായ തുക പിഴ അടയ്ക്കേണ്ടി വന്നതെന്നും കരാർ പ്രകാരം എല്ലാ വർഷവും സെപ്റ്റംബർ 1 ചാർജ് വർദ്ധിപ്പിക്കാമെന്നും അതിന് 45 ദിവസം മുമ്പ് കരാർ കമ്പനി NHAIക്ക് ശുപാർശ സമർപ്പിക്കണം. ആയത് ഹോൾസെയിൽ ട്രൈബ്സ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കി ദേശീയപാത അതോറിറ്റി അനുമതി നൽകണം. കരാർ ലംഘനത്തിന് ജൂൺ 30 വരെ 2128.72 കോടി രൂപ പിഴ ചുമത്തപ്പെടുകയും കരാറിൽ പറയുന്ന പ്രവൃത്തികൾ ചെയ്ത് തീർക്കാത്തതിനാലും കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി കരാറിൽ നിന്ന് പുറത്താക്കാൻ ദേശീയപാത അതോറിറ്റി തന്നെ നടപടി സ്വീകരിച്ച സാഹചര്യത്തിലും സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാത്തതിലും നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്ക് ലീഗൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് ഉയർത്താനുള്ള നീക്കം സർക്കാർ ഇടപെട്ട് തടയണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആവശ്യപ്പെടാറ്. എല്ലാ വർഷവും സെപ്റ്റംബർ 1 കരാർ പ്രകാരം ടോൾ നിരക്ക് കൂട്ടാനുള്ള പ്രൊവിഷൻ പറയുന്നു. അത് 45 ദിവസം മുമ്പ് അപേക്ഷ നൽകി NHAI സ്വാഭാവികമായും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് കണക്കാക്കിയിട്ടാണ് ടോൾ നിരക്ക് ഉയർത്താറുള്ളത്. ഈ 12 വർഷത്തിനകം 7 തവണയാണ് ചാർജ് വർദ്ധിപ്പിച്ചത്. 2022 നവംബറിൽ നടത്തിയ സേഫ്റ്റി ഓഡിറ്റിൽ പറയുന്ന തീവ്ര അപകട സാധ്യതയുള്ള 11 ബ്ലാക്ക് സ്പോട്ടുകൾ ഉൾപ്പെടെ 50ഓളം കവലകളിൽ നിർദ്ദേശിച്ച മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ, യൂടേൺ ട്രാക്കുകൾ, സൈൻ ബോർഡുകൾ തുടങ്ങിയ പരിഹാര നിർദ്ദേശങ്ങൾ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ആമ്പല്ലൂർ, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര 5 ബ്ലാക്ക് സ്പോട്ടുകളിലെ അടിപ്പാത മാത്രമാണ് അനുവദിച്ച് പണി ആരംഭിച്ചിട്ടുള്ളത്. മറ്റു പ്രവൃത്തികളൊന്നും ചെയ്തു തീർക്കാതെ നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുവദിക്കുവാൻ പാടില്ല എന്ന് കാണിച്ച് കഴിഞ്ഞ വർഷം
ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ വർഷത്തെ നിരക്ക് വർധനവ് തടയാൻ ബോധിപ്പിച്ച ഹർജി ഈ ആഴ്ച വിചാരണയ്ക്ക് വരും. 2018 നിരക്ക് വർധനവിനെതിരെ തങ്ങൾ നൽകിയ കേസിൽ എല്ലാം പ്രവൃത്തികളും ചെയ്തു എന്ന അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഹർജി തീർപ്പാക്കിയതാണ്. എന്നിട്ടും ഇപ്പോഴും പ്രവൃത്തികൾ ചെയ്ത് തീർത്തിട്ടില്ല എന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ഇത് ഗുരുതരമായ വീഴ്ചയാണ്. ജൂൺ 30 വരെ 1412.45 കോടി രൂപ പിരിച്ചെടുത്തുവെന്നും ദിവസേന 42,000 വാഹനങ്ങൾ പ്ലാസ വഴി കടന്നുപോകുന്നുവെന്നും 53 ലക്ഷം ലഭിക്കുന്നുവെന്നും രേഖകൾ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ജനങ്ങളെ കൊള്ളയടിക്കാൻ കമ്പനിയെ സർക്കാർ അനുവദിക്കരുതെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ഓരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 1 വരെ നടക്കുന്ന ചണ്ഡിക ഹോമത്തിന്റെ പന്തൽ നിർമ്മാണം ആരംഭിച്ചു. പന്തൽ നിർമ്മാണത്തിന്റെ കാൽനാട്ട് കർമ്മം സാമവേദ ആചാര്യൻ ശിവകരൻ നമ്പൂതിരി നിർവഹിച്ചു. ക്ഷേത്രം സ്ഥാപതി മധു ആചാരി ചണ്ഡിക ഹോമത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം പരമേശ്വരൻ, ക്ഷേത്രം പ്രസിഡന്റ് വിശാക്ഷൻ, സെക്രട്ടറി ഗോപി കണ്ടിരുമടത്തിൽ, ഖജാൻജി സെൽവൻ പണിക്കശ്ശേരി, ക്ഷേത്രം മേൽശാന്തി വിഷ്ണു ശാന്തി, ചണ്ഡിക ഹോമം കൺവീനർ ധർമ്മജൻ പെരിങ്ങാമ്പ്ര, മാനേജർ AD സജി, ജോയിന്റ് സെക്രട്ടറി മിഥുൻ രാജ്, സതീശൻ പൊട്ടത്ത്, ശ്രീധരൻ പൊക്കാഞ്ചേരി, ഉണ്ണിക്കുട്ടൻ ചിറ്റേത്ത്, പരമേശ്വരൻ ഇടത്താടൻ, PP സുബ്രഹ്മണ്യൻ, സിന്ധു സംഗീത്, ബിന്ദു ജിതേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. 760 രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില വീണ്ടും 52,000 കടന്നു. 52,520 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 95 രൂപയാണ് വർദ്ധിച്ചത്. 6,565 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ മാസം 17 സ്വർണ്ണവില 55,000 രൂപയായി ഉയർന്ന് ആ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയിരുന്നു. എന്നാൽ കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് തീരുവ കുറച്ചതോടെ സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് ഉണ്ടായി. 4,500 രൂപയോളം താഴ്ന്ന ശേഷം സ്വർണ്ണവിലയിൽ പിന്നീട് ചാഞ്ചാട്ടമാണ് ദൃശ്യമായത്. കഴിഞ്ഞ ബുധനാഴ്ച 50,800 രൂപയായി താഴ്ന്ന ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് എത്തിയ ശേഷം സ്വർണ്ണവില 5 ദിവസത്തിനിടെ 1,700 രൂപയാണ് വർദ്ധിച്ചത്. അങ്കമാലി ചാലക്കുടി ദേശീയപാതയിൽ എളവൂർ കവലയിൽ വാഹനാപകടം. 4 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്.
തിങ്കളാഴ്ച രാത്രി ആയിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട പിക്കപ്പ് വാൻ തലക്കീഴായി മറിഞ്ഞു. ആർക്കും കാര്യമായ പരിക്കുകളില്ല. പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയായ അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ നിയമനത്തിന് അർഹരായ പട്ടികവർഗ വിഭാഗക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം, ഡിപ്ലോമ, IT സർട്ടിഫിക്കറ്റ്. പ്രായപരിധി 21-നും 35 വയസ്സിനും മധ്യേ. നിയമന കാലാവധി 1 വർഷം. പ്രതിമാസ ഹോണറേറിയം 18,000 രൂപ. താൽപര്യമുള്ളവർ അപേക്ഷ, ജാതി, വിദ്യാഭ്യാസം, യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഓഗസ്റ്റ് 19 വൈകിട്ട് 5-നകം ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ഫോമുകൾ ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിലും ആമ്പല്ലൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും ലഭിക്കും. ഫോൺ 048027061000. കേരള നിയമസഭ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച സമിതി ഓഗസ്റ്റ് 16 രാവിലെ 10:30 തൃശൂർ ജില്ലാ കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ തെളിവെടുപ്പ് നടത്തും. ജില്ലയിൽ നിന്ന് ലഭിച്ചതും സമിതിയുടെ പരിഗണനയിൽ ഉള്ളതുമായ ഹർജികളിലാണ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരിൽ നിന്നും തെളിവെടുപ്പ് നടത്തുന്നത്. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് വ്യക്തികൾ, സംഘടനകളിൽ നിന്നും ഹർജികൾ, നിവേദനങ്ങൾ സ്വീകരിക്കും. തുടർന്ന് വകുപ്പുകൾക്ക് കീഴിലുള്ള MRS പ്രീ മെട്രിക് ഹോസ്റ്റൽ, അടുത്തുള്ള SC/ST ഉന്നതി തുടങ്ങിയവ സന്ദർശിക്കും. തൃശൂർ ജില്ലയിലെ മായന്നൂർ ജവഹർ നവോദയ വിദ്യാലയത്തിലേക്ക് 2025-26 അധ്യയന വർഷത്തെ 6ാം ക്ലാസ് പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി സെപ്റ്റംബർ 16. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജില്ലയിലെ ഏതെങ്കിലും സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും 2013 മെയ് 1-നും 2015 ജൂലൈ 31-നും ഇടയിൽ ജനിച്ചവരും ജില്ലയിൽ സ്ഥിരതാമസക്കാരുമായിരിക്കണം. SC/ST, OBC, ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റുകളിൽ സംവരണമുണ്ട്. 1/3 സീറ്റുകളിൽ പെൺകുട്ടികൾക്കാണ് പ്രവേശനം. പ്രവേശന പരീക്ഷ 2025 ജനുവരി 18-ന് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04-884-286260 9526977747 9496968308 8848365457. കേരള PD ചുരുട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ള ഗുണഭോക്താക്കൾ ഓഗസ്റ്റ് 24-നകം വാർഷിക മസ്റ്ററിംഗ് നടത്തണം. മസ്റ്ററിംഗ് ചെയ്ത ഗുണഭോക്താക്കൾ ബോർഡ് ഓഫീസിൽ വിവരം അറിയിക്കണമെന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഫോൺ 04-97706133. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡേവിസ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. കൊരട്ടി ആക്കനത്ത് പ്ലാക്കൽ വർഗീസിന്റെ മകനാണ്. സംസ്കാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ നൽകുന്ന അപകീർത്തി കേസുകൾ പരിഗണിക്കുമ്പോൾ വിചാരണ കോടതികൾ ജാഗ്രത പാലിക്കണമെന്ന് ഹൈക്കോടതി. കുണ്ടുകുഴിപ്പാടം ഹെൽത്ത് സബ് സെന്ററിൽ ഡോക്ടറെ നിയമിച്ച് ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചായപ്പുമൂഴി SNDP ശാഖ ഹാളിൽ സൗജന്യ PSC പരീക്ഷാ പരിശീലനവും കമ്പൈൻ സ്റ്റഡിയും ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.